ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിടാൻ മറക്കരുത്. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതെ, ഞാൻ ഇന്നലെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഞാൻ കുറച്ച് നേരത്തെ വന്നു. ഞാൻ തലേദിവസം വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ കൂട്ടിയൂർ പോയ കാരണം ഞാൻ കുറച്ച് നേരത്തെ വന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കഴിക്കാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതെനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. റോസ്റ്റഡ് ക്രഷ്ഡ് പീനട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മേടിച്ചത്. പക്ഷേ അത് എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല. ഞാൻ മറ്റേ മസാല കപ്പലാണ്ടിയാന്ന് വിചാരിച്ചിട്ട് മേടിച്ചത്. പക്ഷേ അതൊരു വായ കൊള്ള വെക്കാൻ കൊള്ളില്ല, കുറച്ച് ഉപ്പ് കൂടുതലാണ്. അപ്പോൾ 4 മണി ആവാറായി. ഞാൻ വന്ന് ഗേറ്റൊക്കെ തുറന്നിട്ട് ചേട്ടനെയും വെയിറ്റ് ചെയ്ത് ചേട്ടൻ ഗേറ്റ് തുറന്നിട്ടൊന്നും വരുന്നില്ല കേട്ടോ. ചേട്ടൻ വരുന്ന സമയമായി, അത് കാരണമാണ് ഗേറ്റ് തുറന്നിട്ട്. 4-5 മിനിറ്റുള്ളപ്പോഴാണ് മക്കൾ വരിക. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാനുണ്ട്, വണ്ടി വരേണ്ടത് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ കാലാവസ്ഥയൊക്കെ നല്ല കാലാവസ്ഥയായിരുന്നു, വെയിലൊക്കെ ആയിരുന്നു മക്കൾ വരുമ്പോൾ. അപ്പോൾ ഞാൻ ഒരു വർക്കിംഗ് വുമൺസിന് പറഞ്ഞാൽ മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ വർക്കിംഗ് വുമൺസിന് മക്കളെ ഇങ്ങനെ വൈകുന്നേരം വരുമ്പോൾ അവരെ ചായ വെച്ച് കൊടുക്കാനും ഒന്നിനും പറ്റാറില്ല. പക്ഷേ എനിക്ക് ഇങ്ങനെ ചില സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് പറ്റാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ എന്നെ കിട്ടാറില്ല മക്കൾക്ക്. അപ്പോൾ അവർക്ക് എന്നെ കണ്ടതിനുള്ള സന്തോഷവും കാര്യങ്ങളൊക്കെ കാണണം. കാരണം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും അതെ, വർക്കിംഗ് വുമൺസ് ആയാലും ആരായാലും അതെ, അമ്മമാരെ എപ്പോഴും വീട്ടിലുണ്ടാവുന്ന വെച്ചാൽ മക്കൾക്കൊരു സന്തോഷമാണ്. അത് എനിക്കും വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ജോലിക്ക് പോകേണ്ട കാരണം വളരെ ബുദ്ധിമുട്ടുണ്ട്. ജോലി വേണ്ടെന്നൊക്കെ പറ്റില്ല, മക്കളെയും ഒരുമിച്ച് കൈകാര്യം ചെയ്തിട്ട് വേണം ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ സാധാരണ ഒരു 6 മണി 6:15 ആവും. അപ്പോൾ സാധാരണ കിട്ടാറില്ല. അപ്പോൾ ഇന്നലെ അമ്മയില്ലാത്ത കാരണമാണ് ഞാൻ വന്നത്. അപ്പോൾ മക്കളുടെ സ്കൂളത്തെ വിശേഷമൊക്കെ പറഞ്ഞ് ഞാൻ അവരെ കയറ്റി കൊണ്ടുവരികയാണ്. അപ്പോൾ അവരിങ്ങനെ എന്തൊക്കെയോ പരിപാടിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഞാനത് കളിയാക്കിയിട്ട് പിന്നിൽ വരുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ കഴിഞ്ഞതേ ഞാൻ മേടിച്ചോളന്നൊക്കെ കണ്ട്. അപ്പോൾ അമ്മ ഇതൊക്കെ എന്നിട്ട് തിന്നാണോ എന്നാണ് ചെറിയ ആൾ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ അമ്മ ഇത് കുറേ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ മൂത്ത ആൾക്കൊന്നും കിട്ടിയില്ല. മൂത്ത ആൾ എപ്പോഴും പാവാണ് കേട്ടോ. മൂത്ത ആൾ ഒന്നും കിട്ടാറില്ല സാധാരണ. ചെറിയ ആളെല്ലാം തട്ടിപ്പറിച്ചെടുക്കും. അപ്പോൾ ഞാൻ വൈകുന്നേരത്തേക്കുള്ള കൂട്ടാൻ തിളപ്പിച്ചു. കൂട്ടാൻ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ കൂട്ടാൻ തിളപ്പിച്ചു, ഉപ്പേരി കുറച്ചുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പാല് തിളപ്പിച്ചു. അത് കഴിഞ്ഞ് ചായ വെക്കാൻ വേണ്ടിയിട്ട് ചേട്ടന് ചായ വേണം, മക്കൾക്ക് പാലാണ് തിളപ്പിച്ച് കൊടുക്കാറ്. അപ്പോൾ ഞാൻ വൈകുന്നേരം പാല് കൊടുക്കും. ഒരാൾക്ക് രാത്രി മാത്രമേ കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചേട്ടൻ വരുന്നു. ചേട്ടൻ സ്കൂൾ വണ്ടിയാണ് ഓടിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഹോണടി ചേട്ടൻ മനസ്സിലായി എൻ്റെ ഹസ്ബൻഡ് വരാറായിരുന്നു. അപ്പോൾ ഞാൻ വേഗം കിളിവാതിലൂടെ എന്തായാലും അപ്പുറത്ത് പോയി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം കിളിവാതിലൂടെ ജനലിൽ കൂടെ ഞാൻ വീഡിയോ എടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ചേട്ടൻ എൻ്റർ ആവാറായി. അപ്പോൾ ഞാൻ ചായ ഒക്കെ തിളപ്പിച്ച് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ചേട്ടൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഗായ്സ്. ചേട്ടൻ എത്തിക്കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങാനല്ലേ, വണ്ടിയുടെ ഉള്ളിൽ പാട്ടും വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ വണ്ടിയുടെ ഉള്ളിൽ സിസ്റ്റംസ് റെഡി ആണോ നോക്കാൻ വേണ്ടി ഇരുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ റൊമാൻറ്റിക് സോങ്സ് ഒക്കെ വെച്ച് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. അപ്പം ഞാൻ പോയി നോക്കി, അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുവന്നു. അപ്പം എനിക്ക് ചേട്ടൻ്റെ വണ്ടിയുടെ ഉള്ളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. സോളാറിൻ്റെ ഒരു ബുദ്ധൻ. ഇത് ബുദ്ധൻ നല്ല രസമാണ് കേട്ടോ. കാരണം സോളാറിൻ്റെ മറ്റേ സൺലൈറ്റ് അടിച്ചാൽ ഇത് ഇങ്ങനെ കിടന്ന് തല ആട്ടി ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഇന്നലെ കഴിക്കാൻ മേടിച്ചത് പപ്സും കട്ട്ലറ്റും ചിക്കൻ റോളാണ്. അപ്പോൾ മൂത്ത ആൾക്ക് കിട്ടിയില്ല. അപ്പോൾ മൂത്ത ആൾ കിടന്ന് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അമ്മ എനിക്കൊന്നും കിട്ടിയില്ല എന്ന്. അപ്പോൾ ചേട്ടൻ ചോദിച്ചു എന്താ കഴിക്കാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ചേട്ടനോട് ഞാൻ പറഞ്ഞു കട്ട്ലറ്റ് ഉണ്ട്, അപ്പോൾ കട്ട്ലറ്റ് എടുത്ത് കഴിച്ചോളാം. അപ്പോൾ മൂത്ത ആളുടെ വയറിൻ്റെ അസുഖമൊക്കെ മാറി. അപ്പോൾ ചേട്ടൻ ഞാൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് വയറിൻ്റെ സുഖം മാറിയിട്ടാണ് നീ ഇതൊക്കെ മേടിച്ച് തിന്നണേന്ന്. അപ്പോൾ പറഞ്ഞു അതെ അച്ഛാ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, എനിക്ക് കുഴപ്പമില്ലാന്ന്. അപ്പോൾ മൂന്നാളും കൂടി നിൽക്കിട്ട് പിന്നെ അത് കഴിഞ്ഞ് അവളെ ടെക്സ്റ്റ് ബുക്ക് മാറണം, ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്രിൻറ്റിങ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് മാറണം എന്നൊക്കെ പറഞ്ഞ ആളിങ്ങനെ വാശി പിടിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞതേ ഞങ്ങൾ റെഡി ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് മാറാൻ പോവാണ് കേട്ടോ. നടത്തറ HNC-യിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ റെഡിയൊക്കെ ആയി കഴിഞ്ഞ് അവിടെ ട്യൂഷന് വിട്ടതിന് ശേഷം ഒരു 5:30 കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശം കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ വണ്ടിയിലാണ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ വണ്ടിയുടെ ഉള്ളിൽ ഒരു ചക്ക വെച്ചിട്ടുണ്ട് എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ വണ്ടി സ്റ്റാർട്ടാക്കി ഞാൻ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ചക്ക ഇരിക്കുന്നു. കോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, കാരണം ഇറങ്ങാൻ നേരത്ത് മഴ പെയ്തു. അപ്പോൾ ചക്ക അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഞാൻ കോട്ടൊക്കെ എടുത്തിട്ട് ചെറിയ ആളെയും കോട്ടൊക്കെ ഇടിയിച്ചു കേട്ടോ. ചെറിയ ആളെയും കോട്ടൊക്കെ ഇടിയിച്ച് ഇറക്കി. ചെറിയൊരു ചരൽമഴ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ വേഗം അവളോട് കോട്ടിടാൻ പറഞ്ഞു. ഇത് ഞങ്ങളുടെ റൂമിൻ്റെ സൈഡാണ് കേട്ടോ. അതായത് ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലാണ്, അതായത് ഞങ്ങളുടെ റൂമിൻ്റെ സൈഡിലേക്കാണ് ഇത്. ഈ മരം ഇങ്ങനെ തഴച്ച് വളർന്ന് നിൽക്കണം, നല്ല ഭംഗിയിലാണ് കേട്ടോ ജാതി നിൽക്കണം കാണാൻ തന്നെ. വേൽക്കാലൊക്കെ നല്ല തണവാണ് ഈ റൂമിൻ്റെ അവിടെ, ഞങ്ങളുടെ റൂമിൻ്റെ അവിടെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചേട്ടൻ വണ്ടി സ്റ്റാർട്ടാക്കി, ചേട്ടൻ കയറി. അത് കഴിഞ്ഞ് ഞാനും മോളും കൂടി, മോളെ ഞാൻ എൻ്റെ വീട്ടിലാക്കാണ്, കാരണം ഇവളെയും കൊണ്ട് ഈ മഴയത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കോട്ടൊക്കെ ഊരി കയ്യിൽ പിടിച്ചു. അപ്പോൾ അവളും ഞാനും കൂടി ചേട്ടനും കൂടിയിട്ട് അവളെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അവിടേക്ക് കിടക്കാറായി. അപ്പോൾ ചേട്ടൻ സ്പീഡിലാണ് പോകുന്നത്. ബാറ്ററി വണ്ടി അത് പറഞ്ഞിട്ട് കാര്യമില്ല, പോണ പോക്കിന് ഒരു ലൈസൻസും ഉണ്ടാവില്ല കേട്ടോ. കാരണം നല്ല വണ്ടിയാണ്, ഞാൻ ഇപ്പോൾ എടുത്തിട്ട് ഒരു കൊല്ലാവാറാണല്ലോ കേട്ടോ. നല്ല വണ്ടിയാണ്, നല്ല മൈലേജും പിക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈസൻസ് ഇല്ലാത്ത വണ്ടിയാണ് ഞാൻ എടുത്താണ്. അതിപ്പോൾ ഏത് പ്രായഭേദമന്യേ എല്ലാവർക്കും ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. നല്ല സ്മൂത്തായിട്ട് പോകുന്ന വണ്ടിയാണ്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ എത്താറായി. വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ മോളെ അവിടെ ഇറക്കി വിട്ടു. കാരണം അവിടെ എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ
ചേച്ചിമാർ തിരുവാതിരക്കളി, അതായത് എൻ്റെ ചേച്ചിമാർ, ഞാൻ തിരുവാതിരക്കളിക്കുണ്ട്. അതിൻ്റെ ഇടയിൽ ഇന്ന് പ്രാക്ടീസിന് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തിരുവാതിരക്കളിയുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അവിടെ നടന്നു. അപ്പോൾ അതേ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ എത്താറായി. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതേ വീടിൻ്റെ അവിടെ എത്തി. അവളെ അതേ വീട്ടിൽ ഇറക്കി വിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അവിടെ ചേച്ചിമാരെ പ്രാക്ടീസ് ചെയ്താൽ ഞാൻ അങ്ങോട്ട് പോയി ഒന്ന് വീഡിയോ എടുത്ത് അവർ ബുദ്ധിമുട്ടിച്ചില്ല. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങളുടെ രാജുക്കുട്ടൻ കുളിക്കണ കണ്ടു. എനിക്ക് ഭയങ്കര സന്തോഷമായി. രാജുക്കുട്ടൻ അങ്ങനെ അടങ്ങി ഒതുങ്ങിയൊന്നും കുളിക്കാറില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് നടത്തറ HNCയിലേക്കാണ്. ഞാൻ ആദ്യമായിട്ടാണ് നടത്തറ HNCയിലേക്ക് പോകുന്നത് കേട്ടോ. പോണ വഴിയിൽ ഹോം പ്ലസും കാര്യങ്ങളൊക്കെ കാണാണ്ട്. നമ്മുടെ നടത്തറ ഇവിടെ ഹൈവേ റോഡിൽ തന്നെയാണ്. എൻ്റെ വീടിൻ്റെ അടുത്താണ് HNC. അത് കാരണം എനിക്ക് കുഴപ്പമില്ല. ഹൈവേ നിന്ന് അങ്ങോട്ട് കടന്നാൽ മതിയല്ലോ. ചേട്ടൻ്റെ അവിടെ നിന്നാകുമ്പോൾ കുറച്ച് ദൂരമുണ്ട്. കുറച്ച് ദൂരം എന്ന് വെച്ചാൽ ഒരു 5-10 മിനിറ്റ് ദൂരം കുറച്ച് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഹൈവേ കൂടെ പോകുമ്പോൾ ഇങ്ങനെ MVDക്കാർ പിടിക്കാൻ നിൽക്കുന്നുണ്ട്. ഞങ്ങളപ്പോൾ പറ്റിച്ച് ഞങ്ങൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വണ്ടിക്ക് ഹെൽമെറ്റ് ആവശ്യമില്ല, പക്ഷേ ഞങ്ങൾ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മഴ പെയ്തു കേട്ടോ. മഴ പെയ്തപ്പോൾ ഞങ്ങൾ വേഗം ഇറങ്ങി കോട്ടൊക്കെ എടുത്തിട്ട് ഞങ്ങൾ HNCയിൽ എത്തി കേട്ടോ. HNCയിൽ എത്തിയപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. മഴ നിന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതേ അവിടുന്ന് ബുക്കൊക്കെ മാറ്റി എടുത്ത വീഡിയോ ആണ് ഇട്ടത്. അവിടെ ഉള്ളിൽ ഞാൻ വീഡിയോ എടുത്തില്ല. HNC സ്റ്റോഴ്സ് അടിപൊളി കടയാണ്. കാരണം ബാഗ്, സ്റ്റേഷനറി എല്ലാ സാധനങ്ങളും ഉള്ള വൈഡ് വെറൈറ്റി കളക്ഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ പോണവർ എന്തായാലും ഒന്ന് കയറിക്കോളാം. അതുപോലെ ഞങ്ങൾ നടത്തറ മറ്റേ കുട്ടല്ലൂർ പാലത്തിൻ്റെ അടിയിൽ എത്തിയപ്പോഴാണ് ഞങ്ങൾ ആ നഗ്നസത്യം മനസ്സിലായത്. ഇവിടെ ഏറ്റവും കൂടുതൽ മലയാളികളെക്കാൾ കൂടുതൽ ബംഗാളികളാണ്. അപ്പോൾ അതെ ഞങ്ങൾ ഹൈലൈറ്റ് മാളിൻ്റെ സൈഡിൽ കൂടിയാണ് പോണേട്ടോ. പുത്തൂരില്ലല്ലോ, ഇത് ഏതൊരു മേൽപ്പാലത്തിൻ്റെ അടിയിൽ കൂടിയാണ് ഞങ്ങൾ പോണേ. പുത്തൂർ ഭാഗത്തേക്ക് എത്തണ ഭാഗത്തേക്ക്, പുത്തൂർ സെൻട്രലിൻ്റെ അടിപ്പാലാണ്, മേൽപ്പാലത്തിൻ്റെ അടിയിലാണ് ഞങ്ങൾ പോണേ. കുട്ടല്ലൂരിന് അവിടെ നിങ്ങൾ കടക്കാള വഴിയിൽ, അതാണ് ഞങ്ങൾ പുത്തൂർ മേൽപ്പാലത്തിൻ്റെ അടിയിലാണ് വന്നത്. അപ്പോൾ അതേ ഞങ്ങൾ ഇതേ കണ്ട ഹൈലൈറ്റ് മാളിൻ്റെ സൈഡിൽ ഇപ്പം ഇങ്ങനെ ഒരു വഴി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ സാധാരണ ആ വഴിനെ പോവാറ്. ഈ വഴി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. 2 വീലേഴ്സിന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടുള്ള വഴിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. എൻ്റെ വീടിൻ്റെ ഭാഗത്ത് അക്ഷയ ഹോട്ടൽ കുറേ കാലമായി പണി തുടങ്ങിയിട്ട് അത് ഏകദേശം ഇപ്പോൾ അതേ ഒരു 2 വർഷത്തിനുള്ളിൽ പണി പൂർത്തിയായിരിക്കും. കാരണം റൂംസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള റൂമാണ് ചെയ്യുന്നത്. ഇതാണ് അക്ഷയയുടെ പുതിയ ഔട്ട്ലെറ്റ്. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് നോക്കിയാലും ഞങ്ങൾക്ക് സുഖമാണ്. ഞങ്ങൾക്ക് വീടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി നടക്കാവുന്ന ദൂരമേ ഉള്ളൂ അക്ഷയൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ. അപ്പോൾ അതേ ഞങ്ങൾ ബുക്കൊക്കെ മാറ്റി തിരിച്ച് വരുന്ന വഴിയാണ് കേട്ടോ. തിരിച്ച് വരുന്ന വഴിക്ക് മോൾക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. കാരണം എൻ്റെ ബെഡ്ഷീറ്റ് ഞാൻ അമ്മയ്ക്ക് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മ ചെറുതായിട്ടൊക്കെ തയ്ക്കും കേട്ടോ. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബെഡ്ഷീറ്റിൻ്റെ അരി അടിക്കാൻ കൊടുത്തതൊക്കെ മേടിക്കണം. അത് കഴിഞ്ഞ് കുറച്ച് പണികളുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇന്നലെ എൻവയോൺമെൻറ്റ് ഡേ അല്ലേ. അതായത് ഇന്നലെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് കാരണം ഇന്ന് എൻവയോൺമെൻറ്റ് ഡേ ആയിരുന്നു. ജൂൺ 5-ന് പരിസ്ഥിതി ദിനമായ കാരണം ഞങ്ങൾക്ക് ചെടി കൊടുക്കണം. അപ്പോൾ കണ്ടില്ല, ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് അക്ഷയയുടെ ഇത് കാണാം. അക്ഷയയുടെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. നിങ്ങൾക്ക് എത്രത്തോളം കാണുമെന്ന് എനിക്കറിയണില്ല കേട്ടോ ഈ വീഡിയോയുടെ അല്ലേ. എവിടെ നോക്കിയാലും എൻ്റെ വീട്ടിലോ ചേട്ടൻ്റെ വീട്ടിലോ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ മഴ പെയ്ത കാരണം നല്ല വൃത്തിയിൽ നിൽക്കേണ്ടത്, എല്ലാം കിളിർത്ത് ഭംഗിയിലാണ് നിൽക്കുന്നത്. എനിക്കതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ എൻ്റെ അമ്മ ഭയങ്കരമായിട്ട് ചെടി പരിപാലിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ഞങ്ങൾ ചെടി ജൂൺ 5 എന്ന് പറയുമ്പോൾ അമ്മേനെയാണ് ഓർമ്മ വരിക. കാരണം എന്താ വെച്ചാൽ അമ്മയുടെ കയ്യിലാണെങ്കിൽ വെറൈറ്റി കളക്ഷൻസ് ഓഫ് ചെടികളാണ്. അപ്പോൾ അമ്മേനെ പോയി സോപ്പിട്ട് അമ്മയുടെ നിന്ന് ചെടിയൊക്കെ മേടിച്ചിട്ട് വേണം ഇനി സ്കൂളിലേക്ക് പോകണമെങ്കിൽ. അപ്പോൾ അമ്മ ചെടിയൊക്കെ പൊട്ടിച്ച് തരാം, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മയൊക്കെ ചെടിയൊക്കെ മുറിച്ച് തന്നു. അമ്മയുടെ ചെടിയിൽ നിന്ന് കുറച്ച് കഷ്ണങ്ങളൊക്കെ എനിക്ക് മുറിച്ച് തന്നു. നല്ല ചെടികളൊന്നും നമ്മൾ തരില്ല, പക്ഷേ അതിൻ്റെ ഇടയിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് മുറിച്ച് തന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിതൊക്കെ മതി, കുറച്ചധികം ആയുണ്ട്, ഇനി മതി എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് സമാധാനമില്ല. എന്നാലും കൊണ്ടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ നോക്കിയപ്പോൾ നല്ല മഴ. ചേട്ടൻ്റെ വീട്ടിൽ പോയി വിളക്കൊത്തിയിട്ട് വരാമെന്ന് പറയാനും ഞാൻ കുറച്ച് നേരം ഇവിടെ പോസ്റ്റായി. അത് കഴിഞ്ഞിട്ടാണ് സാധാരണ നമ്മൾ അങ്ങോട്ടാണ് ചെവി കൊടുക്കാറ്. പക്ഷേ ഇപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട ഗതികേടായി, നമുക്ക് ഇങ്ങോട്ടാണ് കിട്ടാറ്. തെറ്റി പറഞ്ഞത് കേട്ടോ. അപ്പോൾ വീട്ടിൽ മഴയൊക്കെ കാര്യങ്ങളൊക്കെ നന്നായി പെയ്യുന്നുണ്ട്, തകൃതിയായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര മഴ പെയ്തപ്പോൾ തന്നെ സന്തോഷമായി. ഭൂമിയൊക്കെ ഒന്ന് തണുത്തൂലോ. ഇന്ന് പ്രത്യേകിച്ച് പരിസ്ഥിതി ദിനമായ കാരണം ഭൂമിനെ നന്നായി തണുപ്പിച്ചിട്ടാണ് പ്രകൃതി നിർത്തിയത്. അപ്പോൾ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ചെടിയൊക്കെ എടുത്ത് ചെടി നല്ല ഭംഗിയിൽ സെറ്റാക്കി കവറിൽ നിന്നൊക്കെ ഇട്ട് മണ്ണൊക്കെ എടുത്ത് രാത്രി തന്നെ മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കി എൻ്റെ അമ്മ തന്നു. അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ചെടി നടാൻ വേണ്ടി വെച്ച് മണ്ണൊക്കെ അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മണ്ണൊക്കെ എടുത്ത് സെറ്റാക്കി ചെടിച്ചട്ടിയിലൊക്കെ അമ്മ അറിയാണ്ട് 2 ചെടിച്ചട്ടി അടിച്ച് മാറ്റിയുണ്ട് കേട്ടോ. അപ്പോൾ ചെടിച്ചട്ടിയൊക്കെ എടുത്ത് സെറ്റാക്കി കൊണ്ടുപോയി ചേട്ടൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് പുതുമഴയായി കുളിർന്നേലേ വായി ആ പാട്ടൊക്കെ പാടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതറിയാത്ത കാരണം ഞാൻ മിണ്ടാണ്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ അമ്മ കടന്ന് ചീത്ത പറയുന്നത് ബാക്കിൽ കിടന്നിട്ട് നീ കുട്ടീനെ പഠിപ്പിക്കുന്നത് വേണ്ട, നീ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നോ, പഠിപ്പിക്കേണ്ടെന്ന് പറഞ്ഞ് കുറേ ചീത്തയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്കല്ലേ ഒരു ഇൻട്രസ്റ്റ്, മക്കളെ പഠിപ്പിക്കാൻ
പഠിക്കാനില്ല എന്ന് പറയുന്നില്ല, ഞാൻ മക്കളെ ഇതിൻ്റെ ഇടയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ എൻ്റർടൈൻമെൻറ്റിന് ഞാൻ സമയം വെക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മക്കൾ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ എഡിറ്റിങ്ങും കാര്യങ്ങളും. അപ്പോൾ ഇന്ന് ജൂൺ 5 ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയ മഴയാണ് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ റെഡിയായി സ്കൂളിൽ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു മക്കൾ സ്കൂളിൽ പോകുന്ന ടൈമിൽ കേട്ടോ. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇന്ന് ക്യാരി ബാഗ് ചെടിയൊക്കെ കൂടി അവൾക്ക് പിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് മോള് സ്കൂളിൽ പോയത് ഇന്ന്. അപ്പോൾ ഇന്നും രാവിലെ നല്ല മഴയാണ്. രാത്രി തുടങ്ങിയ മഴയാണ്, ഇതുവരെ നിന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെയും നല്ല പച്ചപ്പും ഹരിതാപവും ഉണ്ട്. എനിക്ക് ഈ പച്ചപ്പും ഹരിതാപം എന്ന് പറയുമ്പോൾ നമ്മുടെ ഓം ശാന്തി ഓശാനയിൽ പറയണ ഡയലോഗാണ് ഓർമ്മ വരിക. രഞ്ജി പണിക്കർ പറയണ ഓർമ്മയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടീനെ കവറിലിട്ട് ഭംഗിയിൽ ഞാൻ എൻ്റെ സ്കൂളിലേക്കൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ ആളുടെ ചെടീനെ വേഗം ആളുടെ ബാഗിൽ കയറ്റി വെച്ച് ചട്ടി അടക്കം ബാഗിൽ കയറ്റി വെച്ചു. കാരണം ആൾക്ക് കയ്യിൽ പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മൂത്താൾക്ക് കൊടുത്തയക്കുന്ന ചെടിയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ ചെടികളുണ്ട്, പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ ബസ്സും കാത്ത് നിൽക്കുകയാണ് രണ്ടാളും കൂടിയിട്ട് കേട്ടോ. ചെടി എവിടെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ എൻ്റെ ബാഗിൽ വെച്ചിട്ടുണ്ട്, ബാഗിൽ നല്ല കുട്ടിയായിട്ട് ഇരിക്കണമെന്ന്. അപ്പോൾ ബസ് വരാറായപ്പോൾ ഞങ്ങൾ അവിടേക്ക് ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. അപ്പം മഴയും വഴുക്കലുള്ള കാരണം ഞാൻ സൂക്ഷിച്ചിട്ടാണ്. കാരണം 8:45 8:30 കഴിഞ്ഞാലാണ് വണ്ടി വരിക. അപ്പോൾ ഞാൻ 8:30 ആയപ്പോൾ ഞാൻ ഇറങ്ങി കേട്ടോ. 8:35 8:40 വണ്ടി വരിക. 8:30 കഴിഞ്ഞ സമയത്തിന് ഞാൻ ഇറങ്ങി. കാരണം മഴയും കാര്യങ്ങളായ കാരണം തണവല്ലേ, വഴിക്ക് വിടണമെന്ന് വിചാരിച്ച് മക്കളൊക്കെ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർ കോട്ടയൊക്കെ നിർത്തി നല്ലൊരു ദിവസം. ഇന്ന് പരിസ്ഥിതി ജൂൺ 5 ഇന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. കുറച്ച് മുമ്പ് കണ്ടത് ഇന്നലെ എടുത്ത വീഡിയോ. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ടെങ്കിലും അവരുടെ വീഡിയോസ് ഇനിയും കിട്ടണമെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിടണം. അപ്പോൾ എന്നും മക്കൾ ചോദിക്കും സബ്സ്ക്രൈബേഴ്സ് കൂടിയോ. പക്ഷേ ലൈക്ക് കൂടുന്നില്ല, വ്യൂസ് മാത്രം കൂടുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിടണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. അപ്പോൾ ചാനലിൻ്റെ പേര് പറഞ്ഞല്ലോ ലിറ്റിൽ വേൾഡ്.